Let me just record and share. Okay. All right. So you see, evaporation and condensation ആണ് നമ്മൾ നോക്കിയത് അല്ലേ? Evaporation എന്താണ്? Who's going to tell me what evaporation is? Henry, do you know what is evaporation? Henry, lovely smile. ചിരി നല്ലതാ മോനെ. പക്ഷേ I want the answer. Right? Henry, evaporation ഒക്കെ കേട്ടിട്ടുണ്ടോ? വലിയ കട്ടിയുള്ള വാക്കാണോ? നമ്മൾ 4ാം ക്ലാസ്സിൽ എങ്ങാണ്ടോ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതോ 3ാം ക്ലാസ്സിലാണോ പഠിച്ചേ? What is evaporation? Henry, yes or no? അറിയാവോ ഇല്ലയോ? No. പിന്നെ Faith, മോനെ, what is evaporation? വെള്ളം ആവിയായിട്ട് പോണേ. Yes, very good. So water turns into water vapor. Evaporation is a process in which water turns into water vapor, or evaporation is the process in which liquids change into vapor due to heat. Ille? Adinte artham endana? Jomal, what is the meaning of that? Liquids change to vapor due to heat. Nu parnal endana? ജോമലിന് ഇച്ചിരി ചിന്തിക്കാൻ സമയം കൊടുക്കാം. അഭിനേഷിന് അറിയാവോ? ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ. കണ്ടോ ടീച്ചറിന്റെ ആ ടെക്സ്റ്റ്, ഈ സ്ക്രീൻ ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാവോ സ്ക്രീന്? ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. മോനെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു മോനെ. ഓൾറൈറ്റ്, കുഞ്ഞിന്റെ നെറ്റ്വർക്ക് ശരിയാവട്ടെ. ഇറ്റ്സ് നോട്ട് ക്ലിയർ അല്ല മോനെ. ബെനെറ്റ്, മോനെ, can you explain? Liquids change to vapor due to heat എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്. Yeah, correct. Good job. പറഞ്ഞോ. ലിക്വിഡ് വാട്ടർ വേപ്പർ ആയിട്ട് ലിക്വിഡ് ചേഞ്ച് വാട്ടർ വേപ്പർ ചേഞ്ച് ചെയ്യും. യെസ്, ലിക്വിഡ് എന്ന് പറഞ്ഞാല് വെള്ളം ഇല്ലേ? വെള്ളം വേപ്പർ ആയിട്ട് അങ്ങ് മാറും ഇല്ലേ? ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്ന സാധനം ആവി വേപ്പർ ആയിട്ട് അങ്ങ് മാറും. എപ്പോഴാണ് മാറുന്നേ? ഡ്യൂ ടു ഹീറ്റ്. ഈ ഭാഗം കണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂ ടു ഹീറ്റ്. അത് ചൂടിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോ, അതിന് ചൂട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ വെള്ളം വേപ്പർ ആയിട്ട് അങ്ങ് മാറുന്നത്. കറക്റ്റ്? നമ്മൾ ഈ വെറുതെ ഈ വെള്ളം നമ്മൾ വെറുതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ചാല് അത് ആവിയായിട്ട് അങ്ങ് മാറുമോ? പക്ഷെ നമ്മൾ ഇച്ചിരി ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഇച്ചിരി ഹീറ്റ് കൊടുക്കുമ്പോൾ, നമ്മൾ ഇച്ചിരി ചൂട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതങ്ങ് ആവിയായിട്ട് അങ്ങ് യെസ്, ഇറ്റ് ബിക്കംസ് വേപ്പർ. അതാണ് ഈ സംഭവമാണ് ഇവാപറേഷൻ. ഹെൻറി, എല്ലാം മനസ്സിലായോ? ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. ഇത് വലിയൊരു വാക്കാണ്. ഡോണ്ട് അൺമ്യൂട്ട്, ഡോണ്ട് മ്യൂട്ട്. I want to hear your voice. കേട്ടോ? ഹെൻറി, അൺമ്യൂട്ട് ചെയ്യ. ഓൾറൈറ്റ്. സോ ഈ ചൂട് കൊടുക്കുമ്പോൾ ഈ വെള്ളം ആവിയായിട്ട് മാറുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ്? സോ കണ്ടൻസേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? കണ്ടൻസേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? കണ്ടൻസേഷൻ. On cooling, vapor changes to liquid and this is called condensation. Okay, അത് ഇനി സിമ്പിൾ ഭാഷയിൽ ഒന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതി ഒന്ന് പറഞ്ഞേ. വെള്ളം നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ അത് വേപ്പർ ആയിട്ട് മാറും. കറക്റ്റ്? അതാണ് ഇവാപറേഷൻ. അന്നേരം അതിന്റെ തിരിച്ചു ഓപ്പോസിറ്റ് ആണ് കണ്ടൻസേഷൻ. കറക്റ്റ്? അന്നേരം ചൂട് കൊടുക്കുമ്പോഴാണ്, നമ്മൾ ചൂടാക്കുമ്പോൾ
നമ്മള് ചൂട് കൊടുക്കുമ്പോഴാണ് ഈ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നത്. അതിന് പറയുന്നതാണ് ഇവാപറേഷൻ. കറക്റ്റ്. അതിന് കണ്ടൻസേഷൻ എന്താണ്? ഓൺ കൂളിംഗ് അല്ലേ? ഓൺ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂളിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ എന്തുവാ? കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, വെരി ഗുഡ് അക്ഷിത, വെരി ഗുഡ് അക്ഷിത. അന്നേരം ഓൺ കൂളിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ തണുപ്പിക്കുമ്പോഴ്, ഈ ആവിയെ നമ്മൾ തണുപ്പിക്കുമ്പോഴ്, ഇതിനെ നമ്മൾ അതിന്റെ ചൂട് കുറയ്ക്കുമ്പോഴ് എന്താണ് സംഭവിക്കുന്നത്? ഈ ആവി, ദിസ് വേപ്പർ ചേഞ്ചസ് ഇൻടു ലിക്വിഡ്. ലിക്വിഡ്, യെസ്, കണ്ടോ? വേപ്പർ ലിക്വിഡ് ആയിട്ട് അങ്ങ് മാറും. ആവി പോലെ ഇരിക്കുന്ന സാധനം വെള്ളമായിട്ട് അങ്ങ് മാറും. ഇതിനെ വിളിക്കുന്നതാണ്, ദിസ് ഇസ് കോൾഡ് condensation. Henry, did you understand? Henry, did you understand? Yes or no? Yes. Okay, what is evaporation? Henry, what is evaporation? Henry? പറഞ്ഞോ, കറക്റ്റാ? തണുപ്പൊന്നുമല്ല, ഇവാപറേഷൻ. ആദ്യം ടീച്ചർ എന്താണ് പറഞ്ഞത്? ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പല്ലെങ്കിൽ ചൂടല്ലേ? എവിടെ നീ ഇരിക്കുന്നേ? അമേരിക്കയിലാന്നോ തണുപ്പല്ലെങ്കിൽ ചൂട്? ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സംഭവം എന്തുവാ? കറക്റ്റ്. ഇത്രയും ഈ കൊച്ചു സാധനം ഇത്രയും സമയം എടുക്കണോ പറയാന്? ഇതിന്റെ പേരെന്തുവാ? ഇവാപറേഷൻ. ഇങ്ങനെ അങ്ങ് പറഞ്ഞു തന്നാ പോരെ? ഇത്രയും സമയം കളയണോ? കണ്ടൻസേഷൻ എന്തുവാ അന്നേരം? വെള്ളം തണുപ്പിക്കുക. നമ്മള് വെള്ളമല്ല തണുപ്പിക്കുന്നേ. പറഞ്ഞോ, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു വെള്ളം ആക്കുന്നത്, റൈറ്റ്? ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടടിച്ച് വെള്ളം ആവിയായിട്ട് അങ്ങ് മാറുമ്പോഴാണ് അത് ഇവാപറേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ എവിടെ നിൽക്കുക? നമ്മൾ ഇപ്പോഴും ആവിയുള്ള എടുത്താ നിൽക്കുന്നേ, ആണോ? ആവിയുടെ സ്ഥലത്താ നിൽക്കുന്നേ. അന്നേരം അവിടുന്ന് നമ്മൾ ആവിയെ തണുപ്പിച്ചാലേ ഈ വെള്ളം ആവത്തുള്ളൂ. കറക്റ്റ്. അതിന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? കറക്റ്റ്, കണ്ടൻസേഷൻ. പറ. ഹെൻറി ഒരു കാര്യം ഓർക്കണം കേട്ടോ. ഒരു കാര്യം ഓർക്കേണ്ടത്, നീ നേരെ നോക്കിക്കോ. ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ പറഞ്ഞ് വേണം നമ്മുടെ വാക്കുകളെല്ലാം ശരിയാവാൻ. മനസ്സിലാവുന്നുണ്ടോ? പേടിച്ചിരുന്നാ പിന്നെ നമുക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കറക്റ്റ്. സോ നമ്മള് പറഞ്ഞ് ശീലിക്കണം. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, അതിനാണ് ടീച്ചേഴ്സ് ഉള്ളത്. ഓൾറൈറ്റ്. സോ കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എങ്ങനെയാണ് വന്നത്? CON, കൺ. DEN, ഡെൻ. കണ്ടൻ. SA, സേ. TION, ഷൻ. കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ. ഇത്രയും മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരാള് വായിക്കുന്നത്. അടുത്തത് നോക്കിക്കേ, ഇവാപറേഷൻ എങ്ങനെ വായിക്കുന്നേ? EVA, ഇവ. ഇവ. PORA, പോരേ. TION, ഷൻ. ഇവാപറേഷൻ. കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പതുക്കെ ഓരോ അക്ഷരങ്ങൾ യോജിച്ച് വേണം നമ്മൾ പതുക്കെ വായിക്കാൻ. എന്നിട്ട് നിങ്ങൾ ഹെൻറി വായിക്കുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന്. വായിക്കുന്നുണ്ടോ? വായിച്ചില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? വായിച്ചില്ലെങ്കിൽ ആർക്കാ നഷ്ടം?
നമുക്ക് തന്നെ. അതുകൊണ്ട് നമ്മള് ടീച്ചർ പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഈ അത് കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ വായിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ 4th ആയാലും 5th ആയാലും 6th ആയാലും 7th ആയാലും 1ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ വായിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ടീച്ചർ പറഞ്ഞേ? അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. ഒരു പേജ് എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. ഓൾറൈറ്റ്? എന്നാലേ നിങ്ങൾക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞിന്? ഹെൻറിക്ക് മനസ്സിലാവുന്നുണ്ടോ? I want everyone, not only Henry, I want everyone to read your textbook. Only then you will understand. ഈ വാക്കുകളൊക്കെ വലിയ വലിയ വാക്കുകളൊക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. Alright? So let's move on further. നമ്മൾ evaporation and condensation പഠിച്ചു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. നിങ്ങൾ അത് പഠിച്ചിരിക്കണം. Okay? So next, water conservation methods, right? Water conservation, നമ്മൾ എങ്ങനെയാണ് വെള്ളം സൂക്ഷിക്കുന്നത്? Shouldn't the water reach the soil in the form of rain be used in the future also? ഈ മഴയായിട്ട് ഈ മണ്ണിൽ വീഴുന്ന വെള്ളം നമുക്ക് ഫ്യൂച്ചർ, നമ്മുടെ ഭാവിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസേർവ് ചെയ്യും. What are the methods to be adopted to allow rainwater sink into the soil? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ മണ്ണിനകത്ത് വെള്ളം താഴാൻ വേണ്ടി, ഈ മഴവെള്ളം താഴാൻ വേണ്ടി ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ കണ്ടോ, ഈ പടങ്ങളൊക്കെ കാണാവോ? ഇങ്ങനത്തെ ഒക്കെ രീതികളിലാണ് നമ്മള് വാട്ടർ കൺസേർവ് ചെയ്യാൻ നോക്കുന്നത്. Okay, so you see we have first one is rain harvesting pit. അന്നേരം അതെന്താണ്? Rain harvesting pit എന്ന് പറഞ്ഞാല് rain water gets accumulated in the pit and is slowly infiltrated into the soil. The groundwater also increases. എന്ന് പറഞ്ഞാൽ എന്താണ്? That means ഈ വെള്ളം കണ്ടോ, ഒരു ഹോള് പോലെ കുഴിച്ചിടും. എന്നിട്ട് വെള്ളം എല്ലാം ഇതിനകത്ത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഈ സോയിലിനകത്ത് വെള്ളം ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഇൻഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ താഴും. ഓക്കെ, സോ ആ വെള്ളം ഇങ്ങനെ താഴുമ്പോഴത്തേക്ക് ആ ഗ്രൗണ്ട് വാട്ടർ, അതിനകത്തുള്ള വെള്ളം, ഗ്രൗണ്ട് വാട്ടർ എല്ലാം നമുക്ക് അതിന്റെ ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. റൈറ്റ്? സോ സീ ദ നെക്സ്റ്റ് വൺ. അടുത്തത് എന്താണ്? പ്രിപ്പയർ ബേസിൻസ് അറൌണ്ട് ട്രീസ്. വാട്ടർ ഫിൽസ് ദ ബേസിൻസ് ആൻഡ് സ്ലോലി ഈസ് അബ്സോർബ്ഡ് ഇൻടു ദ സോയിൽ. ഈ പ്രിപ്പയർ ബേസിൻസ് കണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു പടം കാണാവോ? ഈ മരത്തിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഒരു ബേസിൻ പോലെ നമ്മൾ ഒരു ബേസിൻ പോലെ എന്തോ മണി? ഞാനിത് ഇങ്ങനെ വെച്ചേക്കുന്ന ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. സോ അത് എന്തിനാന്നറിയാവോ? വെള്ളം, ഇതിന് ആവശ്യമുള്ള വെള്ളം കളക്ട് ആവും. യെസ്, ഇതിനകത്ത് കളക്ട് ആയിട്ട് ഇരിക്കും, ഇൻഫിൽട്രേറ്റ് ചെയ്തങ്ങ് ഇരിക്കും. Now next you have the mud walls. Mud walls എന്ന് പറഞ്ഞാൽ എന്താണ്? Mud walls എന്ന് പറയുന്നത് it prevents the water from flowing away. It will help water to infiltrate into the soil. അന്നേരം മഡ് വാൾ എന്താണ്? യു സീ ദിസ്, കണ്ടോ? ഒരു ഭിത്തി പോലെ, ഒരു വാൾ പോലെ പണിയും. റൈറ്റ്? അന്നേരം ഇതിനകത്ത് വെള്ളം കളക്ട് ചെയ്തിരിക്കും. സോ അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ഈ മണ്ണിനകത്ത് വെള്ളം താഴും, വെള്ളം ഇൻഫിൽട്രേറ്റ് ആവും. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ ലെവൽ പതുക്കെ വലുതാവും. Yes, കൂടും. Next, sloping land cut into different layers. Prevents water from flowing down. Water flowing on each layer is absorbed there itself. എന്ന് പറഞ്ഞാല് കണ്ടോ, ഇതുപോലെ ലാൻഡ്, ഈ ഭൂമിയെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ? അന്നേരം വെള്ളം വീഴുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി പോകത്തില്ല. വെള്ളം വീഴുന്നത് ഇവിടെ തന്നെ അങ്ങ് കേറി അങ്ങ് ഇൻഫിൽട്രേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ തന്നെ അങ്ങ് ഓരോ സ്റ്റെപ്പിൽ അങ്ങ് കളക്ട് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ അങ്ങ് കൂടും. കറക്റ്റ്? സോ ദീസ് ആർ ദ, ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് നോക്കിക്കേ, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. കണ്ടോ? വീഴുന്ന രീതിയിൽ അത് ചെയ്യും. എന്നിട്ട് ആ വെള്ളം എല്ലാം താഴോട്ട് പോകും. യെസ്, സോ അങ്ങനെ നമ്മള് കുറെ വെള്ളം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്? Yes, teacher. All right. So
So you see, അടുത്ത നോക്കിക്കേ, you have rain water into wells. ഇവിടെ കണ്ടോ, see ഈ ഗട്ടർ വഴി കണ്ടോ, these are called rain gutters. ഈ വീടിന്റെ റൂഫിന്റെ സൈഡിൽ കാണാവോ ഈ ഒരു ഗട്ടേഴ്സ്, ഇതിന് പറയുന്നതാണ് rain gutters. യെസ്, റെയിൻ ഗട്ടേഴ്സ്. റെയിൻ ഗട്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്? റൂഫിലൂടെ വെള്ളം ഒഴുകി വന്നിട്ട് ഈ റെയിൻ ഗട്ടർ വഴി see the storage tanks, it goes into the tank, എന്നിട്ട് ഈ ടാങ്ക് വഴി goes into the well. Yeah, so that is rain water into wells. All right, so അങ്ങനെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അടുത്തത് you have silpoline water storage tank. ഇത് കണ്ടോ, ഇതൊരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇത് എവിടാണ്? See, it's used to store water. It is commonly used in farms, farm ponds, freshwater ponds, etc. കണ്ടോ, നമ്മൾ പോണ്ടിലൊക്കെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. Right, we use this water for ponds and we use it for storage of water. So you see, അടുത്ത നമ്മളൊന്ന് വായിച്ചു നോക്കിക്കേ. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, silpoline water storage tank, page 30, and well recharging are some of the new methods prevailing today. എന്ന് പറഞ്ഞാല് ഈ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ നോക്കുന്നത്. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, silpoline water storage tank, and well recharging ആണ് പുതിയ മെത്തേഡ്സ്. Okay, with the help of your teacher, okay, all that is done. When water turns into a villain, doesn't, ഇപ്പം ഈ കൂടുതൽ വെള്ളം ഉണ്ടാവുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്? Doesn't water, which is so essential for life, also become a destroyer at times? നമ്മൾ ഈ വെള്ളം കൂടുമ്പോൾ നമ്മൾ ഒത്തിരി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ് സംഭവിക്കുന്നത്? വെള്ളത്തിന്റെ ലെവൽ കൂടുമ്പോഴ് വെള്ളപ്പൊക്കം ഉണ്ടാവും. യെസ്, വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെ? വെള്ളപ്പൊക്കത്തിന് പറയുന്നതാണ് വെള്ളപ്പൊക്കം വന്ന് കുറെ മരങ്ങളെല്ലാം അടിച്ച് വീണ് നമ്മുടെ ഈ കാറെല്ലാം മുങ്ങി പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. യെസ്, ദാറ്റ്സ്, എനിക്ക് തോന്നുന്നു നമുക്ക് 2 വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? സോ അതിന് പറയുന്നതാണ് ഫ്ലഡ്സ്. വെള്ളപ്പൊക്കത്തിന് പറയുന്നതാണ് ഫ്ലഡ്സ്. And then you see there is landslides, uprooting of trees, sea turbulence, destruction of agriculture, soil erosion, mudslides, destruction of houses and buildings, and diseases of rainy season. ഇതൊക്കെയാണ് വെള്ളം കൂടിയാലുള്ള പ്രയാസങ്ങൾ. സോയിൽ ഇറോഷൻ എന്താണ്? നമുക്ക് ആവശ്യമുള്ള മണ്ണ് ഇല്ലേ, മണ്ണെല്ലാം ഒഴുകി പോവും. നമുക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മണ്ണെല്ലാം ഇങ്ങനെ ഇറോഡായിട്ട് പോവും, സോയിൽ ഇറോഷൻ ആയിട്ട് നടക്കും. അടുത്തത് യു സി ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. വീടുകളും നമുക്ക് കുറെ ബിൽഡിങ്സും ഇത്തിരി മഴ ഒക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് അല്ലേ? അതുപോലെ തന്നെ മഴക്കാലത്ത് ഒത്തിരി ഡിസീസസ് ഉണ്ട്. എന്താണ് ഡിസീസസ്? വാട്ട് ആർ ദ ഡിസീസസ് ഓഫ് ദ റെയിനി സീസൺ? മഴക്കാലത്ത് എന്തൊക്കെയാ ഡിസീസസ് ആണ് ഉണ്ടാവുന്നത്? രോഗങ്ങൾ. എന്താ മോനെ? രോഗങ്ങൾ. യാ, ഏതൊക്കെ രോഗങ്ങളാണ്? പനി, ചുമ, പിന്നെ ഡെങ്കി. യെസ്, ഡെങ്കി. പിന്നെ അത് മഴയാണോ? അല്ല. പിന്നെ മഴക്കാലത്തുണ്ടാവുന്നത്, മഴക്കാലത്ത് കൂടുതലും നമ്മൾ മോനെ, മഴക്കാലത്ത് കൂടുതലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏതൊരു ഇൻസെക്റ്റിനെയാണ് നമ്മൾ മഴക്കാലത്ത് കൂടുതലും പേടിക്കുന്നേ? കൊതുകിനെ നമ്മൾ പേടിക്കും അല്ലേ? കൊതുകിനെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് കൊതുവായിട്ടും മുട്ടയിട്ട് കഴിഞ്ഞാല് അതിന് 2 ദിവസം മതി അത് കുഞ്ഞുങ്ങള് വിരിഞ്ഞ് അത് വലുതാവാൻ. കറക്റ്റ്. സോ എവിടാണോ വെള്ളം കെട്ടിക്കിടക്കുന്നത് അവിടെ ഈ കൊതുക് മുട്ടയിട്ട് അസുഖങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ അസുഖങ്ങളാണ്? ഡെങ്കി ഉണ്ടാവും, മലേറിയ ഉണ്ടാവും, റൈറ്റ്? അതുപോലെ തന്നെ വേറെ കുറെ അസുഖങ്ങൾ ഉണ്ടാവും. സോ ഓൾ ദീസ് ആർ ദ ഡിസീസസ് ഓഫ് ദ റെയിനി സീസൺ. പിന്നെ നമ്മൾ കാണുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിനാശങ്ങൾ ഉണ്ടാവും ഇല്ലേ? മഴ കൂടിക്കഴിഞ്ഞാൽ എന്തോ പറ്റും? നിങ്ങളുടെ വീട്ടിലൊക്കെ കൃഷി ഉണ്ടോ?
Yes, teacher. അന്നേരം ഈ മഴക്കാലത്തൊന്നും ഈ കൃഷിയൊന്നും ഉണ്ടാവത്തില്ല, എല്ലാം നശിച്ചു പോകും അല്ലെ. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വേരുകൾക്കെല്ലാം വെള്ളം വെച്ച് ഇങ്ങനെ കൂടിയിരിക്കുമ്പോ എന്താണ് ഈ വേരിന് പറ്റുന്നത്? നമ്മൾ ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഒരു കടലിനകത്ത് പോയിട്ട് നമ്മുടെ മൂക്ക് ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് വെള്ളത്തിനകത്ത് ഒരു മണിക്കൂർ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ശ്വാസം കിട്ടുമോ? ഇല്ല. റൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ്? ഇതിന് ശ്വാസം മുട്ടും. കറക്റ്റ്. ഈ റൂട്ട്സിനെല്ലാം ശ്വാസം മുട്ടും. അങ്ങനെയാണ് ഈ കൃഷിനാശങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്രൂട്ടിംഗ് ഓഫ് ട്രീസ്, മരങ്ങളെല്ലാം അത് വേരോടെ അങ്ങ് പിഴുതങ്ങ് മാറും ഇല്ലേ? വെള്ളമൊക്കെ കൂടി കഴിഞ്ഞാല് മഴയുടെ പ്രയാസങ്ങളാണ് ഇതൊക്കെ. കറക്റ്റ്. So you have floods, you have soil erosion, mudslides, destruction of houses and buildings, diseases of rainy season. ഇതെല്ലാമാണ് മഴക്കാലത്ത് വാട്ടർ കൊണ്ട് ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് എല്ലാം. കറക്റ്റ്. സോ അത് ഇനിയും നമുക്ക് നാളെ ഈ പ്രിവെന്റീവ് സ്റ്റെപ്സ്, നമ്മൾ ഈ വെള്ളപ്പൊക്കം സമയത്ത് നമ്മൾ എല്ലാരും എന്ത് പഠിക്കണം? നീന്താൻ പഠിക്കണം അല്ലേ? അന്നേരം ഈ ഈ മുങ്ങുന്നതിന്, ഈ വെള്ളത്തിനകത്ത് ഒത്തിരി മരണങ്ങൾ, മുങ്ങി മരിക്കുന്ന മരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്, സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നാളെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ. സോ ടുമോറോ ഐ വിൽ ടേക്ക് എ ക്ലാസ് ഓൺ ഡ്രൗണിങ്. ഓക്കെ. സോ ഫ്രം ഈ പേജ് 31 വരെ നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്ബുക്കിന്റെ നോട്ട്സ് ടീച്ചർ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിനകത്ത് എഴുതണം. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതും ഫിൽ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആപ്പിനകത്ത് അറ്റാച്ച് ചെയ്യണം. ഇൻ കേസ് യു ഹാവ് എനി ഇഷ്യൂസ്, ഡോണ്ട് വറി. നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെങ്കിൽ പ്രയാസപ്പെടേണ്ട, നിങ്ങൾക്ക് സമയമുണ്ട്. ടീച്ചർ അത് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ടീച്ചർ അത് ക്ലാസ് ഗ്രൂപ്പിനകത്ത് അനൗൺസ് ചെയ്യും. ഓക്കെ. സോ ഓൾവേസ് റിമെമ്പർ, ഇതേ സമയം നിങ്ങൾക്ക് 4:30 നിങ്ങളുടെ ക്ലാസിന്റെ സമയം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതേ സമയം സെയിം ലിങ്ക്, ടീച്ചർ ഇട്ടേക്കുന്ന അതേ ലിങ്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാൻ. ഓക്കെ. സോ യൂസ് ദ സെയിം ലിങ്ക്, സെയിം ടൈം. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ വായിക്കണം. എല്ലാ ക്ലാസ്സിലും കയറി വരുന്നതിന് മുമ്പ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു റിവൈസ്. നിങ്ങൾ വായിച്ചിരിക്കണം. സോ റീഡ് ടിൽ പേജ് 31. ഓക്കെ. ആൻഡ് ടീച്ചർ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നാളെയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. എന്നിട്ട് ടീച്ചർ ഒരു ടെസ്റ്റ് ഇടും, ഒരു കുഞ്ഞൊരു ടെസ്റ്റ് ഇടുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. സോ ഐ വോണ്ട് യു ടു ലേൺ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾസോ അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ. ആൻഡ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഡിക്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്യാൻ പറ്റാത്തവര് വൈകിട്ട് വരെ, യു ഹാവ് ടു ലേറ്റ് നൈറ്റ്. ടീച്ചർ നാളെ വരെ സമയം തരാം, ഇന്ന് വൈകിട്ട് വരെ സമയം തരുന്നുണ്ട്. സോ ഫിനിഷ് എവറിത്തിങ് ബൈ ടുഡേ. നാളെ നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് പോണം. ഓക്കെ. അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് ടീച്ചർ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. ദ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തത് ഒന്ന് റിവൈസ് ചെയ്യണം. ഓൾറൈറ്റ്. സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് പേജ് 31 വരെ നിങ്ങൾ എന്തോ ചെയ്യണം? കണ്ടു പോണോ? വായിക്കണം. ഹെൻറി, ഐ വോണ്ട് യു ടു റീഡ്. Read. Okay. So you have to read your textbook till page 31. Page 31 vare moonu vaichirikkanam. All right. And then depending on how you read, teacher iniyum reading test okke idum. Reading test idum, adine prathyekichu markum edukkum. All right. So I want you to read also. നല്ലപോലെ റീഡ് ചെയ്യണം. ലൈവ് ക്ലാസ്സിൽ കയറാത്ത പിള്ളേരെ ടീച്ചർ ഫോൺ വിളിച്ചായിരിക്കും റീഡ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ മുങ്ങാൻ പറ്റുമോ? യെസ്, നോ, രക്ഷപ്പെടാൻ പറ്റുമോ ഹെൻറി? ടീച്ചർ ഫോൺ വിളിച്ചായിരിക്കും. നിങ്ങളുടെ ഒക്കെ സൗണ്ട് കേൾക്കാൻ ടീച്ചറിന് ഭയങ്കര കൊതിയാ കേട്ടോ. അതുകൊണ്ട് ടീച്ചർ ഫോൺ വിളിച്ചായിരിക്കും. ലൈവ് ക്ലാസ്സിൽ കയറാത്തവര് ഫോൺ വിളിച്ചായിരിക്കും. അന്നേരം ഫ്രൈഡേ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നല്ലപോലെ എന്തോ ചെയ്യണം ഹെൻറി?
Read ചെയ്യണം. You have to read. Okay? So don't forget. Read till 31, page 31. പ്രയാസപ്പെടണ്ട. ഹെൻറി അല്ല, ബാക്കി കുഞ്ഞുങ്ങളായാലും നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസമാണെങ്കിൽ നോ പ്രോബ്ലം. അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ എല്ലാരും എന്ത് പറയുന്നേ വലിയ സയന്റിസ്റ്റ് ഒന്നും ആവത്തില്ല. നമ്മൾ പതുക്കെ പതുക്കെ വായിച്ച് ഓരോ പേജ് വായിച്ച് പോയി പ്രയാസമുള്ള ഭാഗം ഉണ്ടോ ടീച്ചറിനോട് പറഞ്ഞാൽ മതി. ടീച്ചർ will help you out. Okay? So don't worry about anything. And see you next class. See you tomorrow. Okay? Read till page 31 and complete your dictation. നാളെ ടീച്ചർ വേറൊരു ടെസ്റ്റ് ഇടും ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പഠിക്കണം. ഓക്കെ? ആൻഡ് അറ്റാച്ച് ഇൻ ദി ആപ്പ്. ഓക്കെ? എനിക്ക് ആപ്പിനകത്ത് കാണണം. വാട്സാപ്പിൽ അയച്ചു തരല്. ടീച്ചറിന്റെ ഫോൺ ആൻഡ് കമ്പ്യൂട്ടർ ഹാങ് ആയിപ്പോയി. സോ ടീച്ചറിന് റെക്കോർഡ് ഇല്ല. ആരൊക്കെ എന്തൊക്കെ അയച്ചിട്ടുണ്ടെന്ന് ടീച്ചറിന് റെക്കോർഡ് ഇല്ല. യു ഹാവ് ടു പുട്ട് ഇൻ ദി ആപ്പ്. ഓക്കെ? ഓൾറൈറ്റ് കുഞ്ഞുങ്ങളെ. മൈ സ്കൂൾ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. ടീച്ചർ അത് നോക്കിയിട്ട് അത് കുഴപ്പമില്ല. അത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക് അതിന്റെ നോട്ട്സും കൂടെ അതിലൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് ടീച്ചർ നോക്കാം. ടീച്ചർ നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ടീച്ചർ ഇടുവല്ലോ എപ്പോഴും, ഇത്രയും പേര് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ. അന്നേരം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ടീച്ചർ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. പക്ഷെ എല്ലാം ആപ്പിനകത്ത് കാണണം കേട്ടോ. സോ ലവ്ലി സീയിങ് ഓൾ ഓഫ് യു, എസ്പെഷ്യലി യു ബെനറ്റ്. Good job, Kato. Good job on attending the class. And Henry also. Try, Mone. Try to read. You develop your reading. പിന്നെ നമ്മുടെ റീഡിങ് ശരിയായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ സ്പീക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരിക്കും. പിന്നെ നമ്മളെ എന്തുവാ നമ്മൾ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. ഓൾറൈറ്റ്? അവിടെ നമ്മൾ സ്മാർട്ട് കിഡ്സ് ആയിട്ട് വരും. ഓക്കെ? ബൈ. ടേക്ക് കെയർ. ബൈ.